പത്തനംതിട്ടയിലെ പീഡന വാർത്ത നമ്മളെ ഞെട്ടിപ്പിച്ചതാണ്. പക്ഷേ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. ആ കേസിൽ ഇതുവരെ 28 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ ജനറൽ ആശുപത്രിയിൽ വച്ച് വരെ പീഡിപ്പിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ആശുപത്രിയിൽ വച്ച് പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായത്. കൂടുതൽ അറസ്റ്റുകൾ ഉടനുണ്ടാകുമെന്നും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നും പത്തനംതിട്ട പോലീസ് അറിയിച്ചിട്ടുണ്ട്. 28 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അതെ, ഈ പത്തനംതിട്ടയിലെ അതിജീവിതയുടെ ഒരു പീഡന കേസുകളിൽ അറസ്റ്റിന്റെ എണ്ണം കൂടുകയാണ്. ഇപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന 26 അറസ്റ്റിൽ നിന്ന് അതിപ്പോൾ 28ആയി ഉയർന്നിരിക്കുന്നു. മിക്കവാറും നാളെ രാവിലെ ആവുമ്പോഴേക്കും അത് ഒരു 30ന്റെ പുറത്തേക്ക് ഉയരാനാണ് സാധ്യത. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തണം. നിലവിൽ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ ഒരു പ്രതി വിദേശത്താണ്, ഒരു പ്രതി ജയിലിലുമാണ്. ഇനിയും എണ്ണം ഉയരാനാണ് സാധ്യത. അന്വേഷണം ജില്ലയുടെ പുറത്തേക്കും പോകുന്നുണ്ട്. ശാസ്താംകോട്ടയിലും പോലീസ് സ്റ്റേഷനിലും ഒരുപക്ഷെ കേസെടുത്തേക്കാനുള്ള ഒരു സൂചനയുണ്ട്. അതിന് അന്തിമ തീരുമാനമായില്ല. അത് ഒരുപക്ഷെ അത് പത്തനംതിട്ടയിൽ തന്നെ കേസ് നിലനിൽക്കുമോ അതോ ശാസ്താംകോട്ടയിൽ കേസെടുക്കാൻ നിർദ്ദേശിക്കുമോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം പോലീസ് പറയുന്നത്, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് 2024 ജനുവരിയിൽ പീഡനം നടന്നു. അവിടെ 4 പേർ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. അതുകൂടി എടുക്കുമ്പോൾ പുതിയ കേസുകൾ കൂടിയാണ് ഇനി രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. ആ പ്രതികളെ പക്ഷേ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 3 കുട്ടികൾ ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിന് ജുവനൈൽ ഹോമിലേക്ക് അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കേസും മറ്റു കാര്യങ്ങളും ഇനി അതിന്റെ നടപടികളിലേക്ക് ഇനി കടക്കും. അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഇതനുസരിച്ചായിരിക്കും ആ തീരുമാനം അതിൽ ഉണ്ടാവുക. അതേസമയം ഇപ്പോൾ അന്വേഷണ സംഘം നേരത്തെ 25 പേരായിരുന്നു. ക്രൈം DGPയുടെ നിർദ്ദേശപ്രകാരം ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP കൂടി ഈ സംഘത്തിൽ ഉൾപ്പെട്ടു. മാത്രമല്ല 8ഓളം വനിതാ ഉദ്യോഗസ്ഥർ, 2 ഡയറക്ട് SI വനിതാ SIമാർ ഉൾപ്പെടെ 8ഓളം വനിതാ ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി അതിലിപ്പോൾ വിപുലമാക്കി. അത് 28 അംഗ സംഘമായി ഉയർന്നു കഴിഞ്ഞു. താമസിയാതെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാണ് പോലീസിന്റെ ഇപ്പോൾ നീക്കം. ഇന്ന് DIG തന്നെ DIG അജിത ബീഗം, തിരുവനന്തപുരം റേഞ്ച് IG അജിത ബീഗം നൽകിയ റിപ്പോർട്ടിൽ പെൺകുട്ടിക്ക് ഇടക്കാല നഷ്ടപരിഹാരം, ഇൻട്രീം ഇതിന്റെ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള നിർദ്ദേശം പോലീസ് റിപ്പോർട്ടിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, പെൺകുട്ടിയുടെ പൂർണ്ണ സംരക്ഷണ ചുമതല നൽകിക്കൊണ്ട് ഒരു വനിതാ SI ലേസൺ ഓഫീസറായി നിയമിച്ചു. അതേപോലെ പെൺകുട്ടിയുടെ ഭാവി ജീവിതത്തെ കരുതി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പെൺകുട്ടിക്ക് ഇനി തുടർ ഇതിന്റെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്ക് നിലവിൽ പഠിക്കുന്ന വിദ്യാലയത്തിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിലോ അതിന് സർക്കാർ സഹായം ആവശ്യമാണെന്നുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള ചികിത്സ, ആ ചികിത്സ വിദഗ്ധ ചികിത്സ വേണമെന്നുള്ളൊരു നിർദ്ദേശവും കൂടി DIGയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇലവന്തട്ടയിലും പത്തനംതിട്ടയിലും ഈ 2 പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് കൂടുതൽ കേസുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആ കേസിൽ ഇന്ന് രാത്രിയും കൂടുതൽ പ്രതികൾ കസ്റ്റഡിയിലാകാനുണ്ട്. ആ കേസുകളുടെ എണ്ണവും രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണവും വർദ്ധിക്കും, പ്രതികളുടെ എണ്ണവും വർദ്ധിക്കും. ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രതികളുടെ പട്ടിക എന്ന് പറയുന്നത് 36 ആണ്. ആ 36 എന്ന സംഖ്യയാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. ഇനി പെൺകുട്ടിയെ കൂടുതൽ മൊഴിയെടുത്താൽ മാത്രമേ ഇതിൽ മറ്റ് എവിഡൻസിലേക്ക് പോവുകയും പ്രതികൾ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും കണ്ടെത്താനും കഴിയൂ എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന സൂചന.